സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐശ്വര്യ പൂജയിൽ പങ്കെടുക്കാനായിട്ട് ദേവനും യശോദയും മുത്തശ്ശിയും രാധികയൊക്കെ അവിടെ എത്തുവാണ്. ഈ സമയം ജയഭാരതി അമ്മ രാധികയെ തൻ്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തുക. എന്നിട്ട് പൂജാരി പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഓർത്ത് വെക്കണം എന്നൊക്കെ രാധികയോട് പറയുവാണ്. ഈ സമയം പൂജയുടെ കർമ്മങ്ങളെല്ലാം ആരംഭിക്കാൻ പോകുമായിരിക്കും. അന്നേരം പൂജാരി പറയുന്നുണ്ട്, ഈ ഒരു പൂജയിൽ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കേണ്ടത് വരുൺ താലി കെട്ടിയ പെൺകുട്ടിയായിരിക്കണം. എന്നാലേ പൂജ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുള്ളൂ. അതേക്കുന്നതും രാധിക തിരിച്ചറിയുവാണ്, വരുണിനും ഈ കുടുംബത്തിനും വേണ്ടിയിട്ട് ഈ പൂജകളെല്ലാം ചെയ്യേണ്ടത് താനാണെന്ന്. അങ്ങനെ അതിനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുവാണ് രാധിക. ഇതേ സമയം കൽപ്പനയും ഉർവശിയുമാണെങ്കിൽ പ്രിയങ്കയെ കൊണ്ട് ഒരിക്കലും ഈ പൂജ പൂർത്തിയാകാതിരിക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയാണ്. അതുകൊണ്ട് തന്നെ പൂജയുടെ ആദ്യത്തെ കുറച്ച് കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം വരുൺ താലി കെട്ടിയ പെൺകുട്ടി അനുഷ്ഠിക്കേണ്ട ചില വ്രതങ്ങളെയൊക്കെ കുറിച്ച് പൂജാരി പറയുന്നുണ്ട്. അതിനുശേഷം പൂജാരി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ജയഭാരതി അമ്മ ദേവനോടും കുടുംബത്തോടും ഈ പൂജ തീരുന്നത് വരെ ഈ വീട്ടിൽ നിൽക്കണം എന്ന് പറയുവാണ്. അന്നേരം ദേവൻ പറയണേ, അല്ല അതിപ്പോൾ എങ്ങനെ ശരിയാവുന്നത്? അങ്ങനെ അവർ പോകുവാണെന്ന് അറിയുമ്പോൾ വരുണിന് വല്ലാതെ സങ്കടമാകുവാണ് കേട്ടോ. ഈ സമയം ജയഭാരതി അമ്മ പറയണേ, കണ്ടില്ലേ വരുണിൻ്റെ മുഖം ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത്, നിങ്ങളെല്ലാവരും വന്നപ്പോൾ അവൻ എത്ര സന്തോഷമായിന്നറിയോ? ഈ സമയം സുകുമാരിയമ്മ പറയണേ, ഞങ്ങൾക്ക് ഇവിടെ വന്നതിലും പൂജയിൽ പങ്കെടുക്കാനായതിലും ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങളുടെ കുട്ടിയെ കെട്ടിച്ചു വിട്ട വീട്ടിൽ ഞങ്ങൾ വന്ന് താമസിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു മോശമല്ലേ, അതുകൊണ്ടാണ്. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, നിർബന്ധിക്കണം മുത്തശ്ശി, അച്ഛനും അമ്മക്കും ചേച്ചിക്കും ഒക്കെ പോകണമെന്നാണെങ്കിൽ അവർ പൊക്കോട്ടെ. ഈ സമയം ജയഭാരതി അമ്മ വീണ്ടും പൂജയുടെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദേവനും കുടുംബം അവിടെ താമസിക്കാമെന്ന് സമ്മതിക്കുവാണ്. ഈ സമയം പത്മിനി പൂജാരി പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രിയങ്കയെ ഓർമ്മിപ്പിക്കുവാണ്. അത് കേൾക്കുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, അതെ പ്രിയങ്കെ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നീ ഏറ്റെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ആറ്റൂർ നമ്പൂതിരിയോട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും മാർഗം അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചോളും. അത് കേൾക്കുന്നതും രാധിക പറയണേ, അയ്യോ അത് പറ്റില്ല. ഈ സമയം രാധിക പറഞ്ഞത് കേട്ടിട്ട് ഞെട്ടലോടുകൂടി നിൽക്കുവാണ് പ്രിയങ്കയും കൽപ്പനയൊക്കെ. അന്നേരം കൽപ്പന ചോദിക്കണേ, അതൊക്കെ പറയാൻ നീ ആരാ? ഈ സമയം ജയഭാരതി അമ്മ പറയണേ, ഞാനാ രാധികമ്മളോട് പൂജാരി പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ പറഞ്ഞത്. പൂജാകർമ്മങ്ങളെയും അതിൻ്റെ കാര്യങ്ങളെയൊക്കെ കുറിച്ച് നല്ല ബോധ്യമുള്ള കുട്ടിയെ രാധിക. അതുകൊണ്ട് തന്നെ രാധിക പറഞ്ഞതാ ശരി. വരുൺ താലി കിട്ടിയ പെണ്ണ് തന്നെ ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കും. അതുവരെ ഇവരെല്ലാവരും ഇവിടെ താമസിക്കുകയും ചെയ്യും. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വരുൺ ഒത്തിരി സന്തോഷമാകുവാണ്. പിന്നീട് റൂമിലിരിക്കുന്ന രാധികനെ കേട്ടോ കാണിക്കുന്നത്. പൂജാരി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലോർത്തുകൊണ്ടിരിക്കുവാണ് രാധിക. ആരുടെയും കണ്ണിപ്പെടാതെ പൂജാരി പറഞ്ഞ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കാനായിട്ട് അതിനുള്ള കാര്യങ്ങൾ തയ്യാറെടുപ്പുകളും നടത്തുവാണ്ടോ രാധിക. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്